ഡൽഹി ആം ആദ്മി സർക്കാരിനെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വിജേന്ദർ ഗുപ്തയുടെ നേതൃത്വത്തിൽ എംഎൽഎമാരുടെ സംഘം രാഷ്ട്രപതിക്ക് കത്ത് നൽകി. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഈ പ്രതിപക്ഷ നേതാവ് വിജേന്ദർ ഗുപ്തയുടെ നേതൃത്വത്തിൽ എംഎൽഎമാരുടെ സംഘമാണല്ലോ രാഷ്ട്രപതിക്ക് ഇത്തരത്തിൽ കത്ത് നൽകിയത്. കത്തിന്റെ ഉള്ളടക്കം എന്താണ്? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്? ലക്ഷ്മി, ഡൽഹിയിൽ ഭരണഘടനാപരമായ പ്രതിസന്ധി നിലനിൽക്കുകയാണെന്നും ഭരണസ്തംഭനമുണ്ട് എന്നുള്ളതും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഡൽഹിയിൽ പ്രതിപക്ഷ നേതാവും ഒപ്പം എംഎൽഎമാരും ചേർന്നുകൊണ്ട് രാഷ്ട്രപതിയെ കാണുകയും രാഷ്ട്രപതിക്ക് കത്ത് നൽകുകയും ചെയ്തിട്ടുള്ളത്. ആ കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് കഴിഞ്ഞ 5 മാസമായി ഡൽഹി നിയമസഭയുടെ സമ്മേളനം വിളിച്ചു ചേർക്കാൻ സാധിച്ചിട്ടില്ല. യാതൊരു തരത്തിലും ഭരണം നിർവഹിക്കുന്നതിനുള്ള കാര്യങ്ങളോ പ്രവർത്തനങ്ങളോ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. തീർത്തും ഭരണസ്തംഭനമാണ് രാജ്യതലസ്ഥാനത്തുണ്ടാകുന്നത്. അതുകൊണ്ട് അത്യാവശ്യമായ ഇടപെടൽ രാഷ്ട്രപതിയുടെ ഭാഗത്തുനിന്നുണ്ടാകണം. ഡൽഹി ആം ആദ്മി സർക്കാരിനെ പിരിച്ചുവിടണം എന്നീ ആവശ്യമാണ് പ്രതിപക്ഷ നേതാവ് രാഷ്ട്രപതിക്ക് നൽകിയിട്ടുള്ള കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ശുദ്ധജല വിതരണം, പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ, മലിനജല സംവിധാനം തുടങ്ങി പൊതുജനങ്ങളെ നേരിട്ട് ദൈനംദിന പ്രവർത്തനങ്ങളിൽ ബാധിക്കുന്ന വിഷയങ്ങളിൽ പോലും പ്രവർത്തനം നടത്താൻ ഡൽഹി സർക്കാരിന് സാധിക്കുന്നില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിലാണ് എന്നുള്ളതാണ്. ജയിലിൽ നിന്നുകൊണ്ട് ഭരണം നിയന്ത്രിക്കാൻ സാധിക്കും എന്ന് പറയുമ്പോഴും ഭരണത്തലവൻ പുറത്തില്ലാത്തതിനാൽ സർക്കാരിനുള്ളിൽ അഴിമതി നിറഞ്ഞിരിക്കുകയാണ്. എല്ലാ വകുപ്പുകളിലും അഴിമതി നിറഞ്ഞിരിക്കുന്നു. യാതൊരു തരത്തിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട പദ്ധതികൾ, അത് വികസന ജനക്ഷേമ പദ്ധതികൾ മറ്റെല്ലാ സംസ്ഥാനങ്ങളും നടപ്പാക്കിയിട്ടും ഡൽഹിയിൽ അത്തരം വികസന പദ്ധതികൾ നടപ്പാക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഭരണഘടനാപരമായ പ്രതിസന്ധി രാജ്യതലസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. അതിൽ രാഷ്ട്രപതിയുടെ ഇടപെടൽ അത്യാവശ്യമാണ്. കാര്യക്ഷമമല്ലാത്ത ഡൽഹി സർക്കാരിനെ പിരിച്ചുവിടണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇപ്പോൾ രാഷ്ട്രപതിക്ക് നൽകിയിട്ടുള്ള കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതിലേതെങ്കിലും തരത്തിലുള്ള തുടർ നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. മദ്യനയ അഴിമതി കേസിൽ ജയിലിലേക്ക് പോയിട്ടും മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാൻ അരവിന്ദ് കെജ്രിവാൾ ഇതുവരെ തയ്യാറായിട്ടുമില്ല. ലക്ഷ്മി, ശരി, ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.